ഹായ്. അപ്പോൾ നാട്ടിലെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയമായി മുംബൈക്ക്. 2 ആഴ്ചത്തേക്കാണ് വന്നത്. 2 ആഴ്ചയായി ഞാൻ തറയിൽ നിന്നിട്ടില്ല. ഫുൾ കറക്കമായിരുന്നു. അപ്പം ഞാൻ പോയ സ്ഥലങ്ങളെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പോകുന്ന ട്രെയിനല്ല, 12:30-ക്കാണ്, രാത്രി 12:30-ക്ക് കൊച്ചുവേളിയിൽ നിന്നാണ് എനിക്ക് പോകാനുള്ളത്. അങ്ങനെ 10 മണി കഴിഞ്ഞ ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് നല്ല ചൂട് ചായയും കുടിച്ച് ഞങ്ങളങ്ങനെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലെത്തി. അനിയനാണ് ഡ്രോപ്പ് ചെയ്തത്. എപ്പോഴും ഞാൻ മുംബൈക്ക് പോകുമ്പോൾ നേത്രാവതിക്കാണ് അധികവും പോകാറുള്ളത്. ഇപ്രാവശ്യം നേത്രാവതി ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെയാണ് കൊച്ചുവേളിയിൽ നിന്ന് ട്രിവാൻഡ്രം ടു മുംബൈ എക്സ്പ്രസ് ഉണ്ട്, അങ്ങനെ അതിനാണ് ടിക്കറ്റ് കിട്ടിയത്. ഈ നേത്രാവതിയും ഇപ്പോൾ എടുത്ത ഈ വണ്ടിയായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, നേത്രാവതി നോർമലി 9 മണിക്കൊക്കെ, രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത ദിവസം വൈകിട്ടൊരു 4-5 മണിയാവും താനയിലെത്താൻ. പക്ഷേ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി 12:30 1 മണിക്കകത്ത് തിരുവനന്തപുരം വിട്ടാൽ അന്നൊരു ദിവസം ഫുൾ ഓടി അടുത്ത ദിവസം രാവിലെ വെളുപ്പിനൊരു 2:30 3 മണിക്കൊക്കെ താനയിലെത്തും. അതൊരു ബെനിഫിറ്റാണ്. ഒരു ദിവസം നമുക്ക് ശരിക്കും ഒരു ഡേ നമുക്ക് കിട്ടും. ഈ സ്ഥിരം മുംബൈയിൽ പോകുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ട്രെയിന് അത്യാവശ്യം അടിപൊളിയാണ്. ഞാൻ യാത്ര ചെയ്ത് എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. ഭാഗ്യത്തിന് എൻട്രൻസിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വണ്ടി പിടിച്ചിട്ടത്. അതുകൊണ്ട് വലുതായിട്ട് നടക്കേണ്ടി വന്നില്ല. നേരെ എൻ്റെ ക്യാബിനിലെത്തി. ഞാൻ അകത്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ വീഡിയോ ഞാൻ വലുതായിട്ടൊന്നും വലിച്ചു നീട്ടുന്നില്ല, കുറച്ച് നേരെ കാണുള്ളൂ. അതായത് ഒരു വിശേഷം കൂടെ പറയാനുണ്ട്. മെയിനായിട്ട് ഞാൻ പെട്ടെന്ന് നാട്ടിൽ നിന്ന് മുംബൈയിലോട്ട് പോകാൻ കാര്യം തന്നെ, എനിക്ക് ഈ ഒരു മാസത്തെ ഗ്യാപ്പിൽ 2 കല്യാണമുണ്ട് മുംബൈയിൽ. അങ്ങനെ ഈ കല്യാണ വിശേഷങ്ങളെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. അതായത് ഞാൻ മുംബൈയിൽ വന്നതിന് ശേഷം എൻ്റെ അവിടുത്തെ സുഹൃത്തുക്കളെന്നല്ല, എൻ്റെ മുംബൈ ഫാമിലിയിലുള്ള എൻ്റെ 2 ചങ്ങാതിമാരുടെ 2 അനിയന്മാരുടെ കല്യാണമാണ്. ഒരാൾ ശരത്തും ഒരാൾ രാജീവും. അതിൽ ശരത്തിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഞാൻ ആൾറെഡി പ്രീവിയസ് വീഡിയോയിലുണ്ട് എൻ്റെ. അത് നമ്മൾ കാണേണ്ട കല്യാണങ്ങളാണ്. കാര്യം എന്ന് വെച്ചാൽ 2 രീതിക്കുള്ള കല്യാണമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ ശരത്ത് നമ്മുടെ കേരളക്കാരനും പെൺകുട്ടി UP ബോർഡറിൽ നിന്നുമാണ്. അപ്പോൾ 2 രീതിക്കുള്ള കല്യാണമാണത്. അപ്പോൾ ഫസ്റ്റ് ശരത്തിൻ്റെ കല്യാണവും അത് കഴിഞ്ഞ് 1 മാസത്തെ ഗ്യാപ്പിൽ തന്നെ നമ്മളെ ഫാമിലിയിലുള്ള രാജീവിൻ്റെ കല്യാണമാണ്. അത് അടുത്തതാണ്. അത് കുറച്ചുകൂടെ കോളിളക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കല്യാണമാണ്. അതിൻ്റെ വിശേഷം സസ്പെൻസാണ്. അപ്പോൾ ആദ്യം ശരത്തിൻ്റെ കല്യാണമാണ്. ശരത്തിൻ്റെ കല്യാണമെന്ന് വെച്ചാൽ ഏകദേശം 15 വർഷത്തെ പ്രണയമാണ് രണ്ടുപേരും. അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 8ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ 2 വീട്ടുകാരുടെ എതിർപ്പ്, 2 രീതിക്കുള്ള ആൾക്കാരാണ്. ഒരു മലയാളിയും UP ബോർഡറിലെ UPയിലേക്ക് കുട്ടികളെന്ന് പറയുമ്പോൾ 2 രീതിയാണ്, 2 ആചാരങ്ങളാണ്. അപ്പോൾ അത് വീട്ടുകാർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ സോൾവ് ചെയ്ത് ഒരുപാട് അവൻ ഫൈറ്റ് ചെയ്താണ് ഇപ്പോൾ കല്യാണം വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ കല്യാണത്തിൻ്റെ വിശേഷമാണ് ഫസ്റ്റ് വീഡിയോ. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ എൻ്റെ ഈ 2 വീഡിയോകളും കാണണം. പിന്നെ എൻ്റെ ഈ നാട്ടിലെ ഈ കഴിഞ്ഞ നമ്മൾ പോയ സ്ഥലങ്ങളുടെ വീഡിയോസും മറക്കാതെ കാണണം. സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടാണ് അടുത്ത വീഡിയോ എടുക്കാനുള്ള പ്രചോദനം. അപ്പോൾ കഥ പറഞ്ഞ് നമ്മൾ താനയിലെത്തി. അപ്പോൾ ഇപ്പോൾ സമയം രാവിലെ 2 മണി കഴിഞ്ഞു. ഇനി എനിക്ക് താനേന്ന് കല്യാണിലോട്ട് പോകണം. അതിപ്പം ഒരു 3:30 ആകുമ്പം ലോക്കൽ സ്റ്റാർട്ടാവും. അപ്പോൾ ലോക്കലിൽ കയറി കല്യാണിലിറങ്ങും, വീട്ടിൽ പോകണം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് മുംബൈയിലെ കല്യാണ വിശേഷങ്ങളുമായിട്ട് കാണാം. താങ്ക് യു.